മൂന്നാമത്തെ എപ്പിസോഡിൽ ഒരുപാട് സബ് പ്ലോട്ട്സ് ഉള്ള എപ്പിസോഡായിരുന്നു. അതേപോലെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ പല സൂചനകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. യുദ്ധം വരാൻ പോകുമ്പോൾ ഇവരൊക്കെ എവിടെയൊക്കെയായിരിക്കും, എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ പല കാര്യങ്ങളും ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ്, ബുക്കിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഫ്യൂണറലാണ് നടക്കുന്നത്. നമ്മുടെ എറിക്കും ആരിക്കും മരിച്ചല്ലോ ലാസ്റ്റ് എപ്പിസോഡിൽ, അവരുടെ ഫ്യൂണറൽ നടക്കുന്നുണ്ട്. റനീറ ഇവർക്ക് ആ ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെയാണ് ആ ഫ്യൂണറൽ നടത്തുന്നതും ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്യൂണറൽ വെച്ചിട്ട് റെയ്നിസ് വന്നിട്ട് റനീറിന്റെ അടുത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. റെയ്നിസ് പറയുന്നത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഡ്രാഗൺ വേഴ്സസ് ഡ്രാഗൺ എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ അത് അത്ര നല്ലതാവില്ല രണ്ട് ആൾക്കാർക്കും. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ആലിസന്റിന്റെ അടുത്ത് പോയി സംസാരിക്കും. ഈ പ്രശ്നം മൊത്തം തുടങ്ങിയത് നിങ്ങൾ രണ്ടുപേരും തമ്മിലാണല്ലോ. അപ്പൊ ആലിസന്റിന്റെ അടുത്ത് പോയി സംസാരിക്കുക, എന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് പറയും. ആലിസന്റ് കിങ്സ് ലാൻഡിങ്ങിലാണ് കിടക്കുന്നത്. അവിടെ പോയിട്ട് എങ്ങനെ സംസാരിക്കുന്നു നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. റനീറയും ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നുണ്ട്, അത് നമുക്കിവിടെ മനസ്സിലാവും. ഇനി നമ്മൾ പോകുന്നത് പുതിയ രണ്ട് ആൾക്കാരെ കാണാനാണ്. ഫസ്റ്റ് സീസണിലാണ് ഇവരുടെ ഒരു കാര്യം പറയുന്നത്. ബ്ലാക്ക് വുഡ്സും ബ്രാക്കൻസും ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്, അടി കൂടാൻ വേണ്ടിയിട്ട്. ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ബ്ലാക്ക് വുഡ്സ് റനീറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബ്രാക്കൻസ് ആണെങ്കിൽ ഏഗോണിനെ, നമ്മുടെ ഗ്രീൻസിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിർത്തി ഒന്ന് മാറി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ അടി കൂടിയാണ്. ബ്ലഡി ബെൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് ഈ ബ്ലാക്ക് വുഡിലെ, ബെഞ്ചിക്കോട്ട് ബ്ലാക്ക് വുഡ് എന്നാണ് അയാളുടെ പേര്. അയാളാണ് ഈ ഒരു പയ്യൻ എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഈ എപ്പിസോഡിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞു, പക്ഷെ അയാളല്ല ഇത്. ഡാവോസ് ബ്ലാക്ക് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനാണിത്. അപ്പൊ അങ്ങനെ ഈ പിള്ളേര് ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് അടി കൂടിയിട്ട് അത് വലിയൊരു യുദ്ധമായി മാറും. ബാറ്റിൽ ഓഫ് ബേണിംഗ് മില്ല് എന്നാണ് ഈ യുദ്ധത്തിന്റെ പേര്. പക്ഷെ യുദ്ധമൊന്നും കാണിക്കുന്നില്ല, കുറെ ആൾക്കാർ മരിച്ചു കിടക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഇനി നമ്മൾ നേരെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ സ്മോൾ കൗൺസിൽ മീറ്റിംഗ് നടക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്രിസ്റ്റൻ കോളാണ് ഇപ്പൊ ഹാൻഡ് ഓഫ് ദി കിങ്. അതേപോലെ രാജാവിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കിങ്സ് ഗാർഡിലെ പുതിയ കുറച്ച് ആൾക്കാരും എടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു തമാശ കളി പോലെയാണ് ഇതിൽ നിൽക്കുന്നത്, ഒരു സീരിയസ്നെസ് ഇല്ലാത്ത പോലെ. സ്മോൾ കൗൺസിലിൽ എപ്പോഴും നടക്കുന്ന കാര്യം തന്നെ കുറച്ചുപേര് യുദ്ധം വേണ്ട എന്ന് പറയും, ഏഗോൺ അപ്പൊ യുദ്ധം വേണമെന്ന് പറയും. ഇത് തന്നെയാണ് കുറെ കാലമായിട്ട് നടക്കുന്നത്. അപ്പൊ ഇപ്പൊ കോള് കൂടി ഉണ്ടല്ലോ. അപ്പൊ കോള് പറയും വെറുതെ ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു കാര്യമില്ല, യുദ്ധം വേണമെങ്കിൽ അങ്ങോട്ട് പോകണം, ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹാരൻ ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം പിടിക്കുകയാണ്. ഹാരൻ ഹോൾ പിടിച്ചാലേ റിവർലാൻഡ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. റിവർലാൻഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ അതിലേക്കൊരു വഴിയാണ് ഈ ഹാരൻ ഹോൾ. നമ്മുടെ ഡെയ്മണും ഡ്രാഗൺ എടുത്തിട്ട് ഹാരൻ ഹോളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോകണമെന്നാണ് ക്രിസ്റ്റൻ കോൾ പറയുന്നത്. അപ്പൊ ഏഗോൺ അപ്പൊ തന്നെ സമ്മതിക്കും, നീ എങ്ങോട്ട് വേണമെങ്കിലും പെക്കോ എന്ന് പറയും. കാരണം യുദ്ധം ചെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ് ഇപ്പൊ ഏഗോണ്. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ എയ്മണ്ടിനെയും വേഗാർ, ആ വലിയ ഡ്രാഗൺ ഉണ്ടല്ലോ, അതിനെയും കൂടെ വിടണം എന്ന് പറയും ക്രിസ്റ്റൻ കോളിന്റെ കൂടെ. അപ്പൊ ക്രിസ്റ്റൻ കോൾ തന്നെയാ പറയാ വേഗാറിന് ഇവിടെ വേണം, കിങ്സ് ലാൻഡിങ്ങിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേഗാർ ഇവിടെ വേണം, എയ്മണ്ടും ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയും. ഇത് ഒരു വ്യത്യാസമാണ്. ബുക്കിൽ ഇങ്ങനെയല്ല. ബുക്കിൽ എയ്മണ്ടും വേഗാറും കൂടെ ക്രിസ്റ്റൻ കോളിന്റെ കൂടെ ഹാരൻ ഹോളിലേക്ക് ചെല്ലുന്നുണ്ട്. അതേപോലെ ഏഗോണും രാജാവും പറയും എനിക്ക് യുദ്ധത്തിന് വരണം എന്ന് പറയും. ഏഗോന്റെ അടുത്ത് എല്ലാവരും നീ ഇവിടെ നിൽക്കണം, നീ മരിച്ചു കഴിഞ്ഞാൽ യുദ്ധം തന്നെ നമ്മൾ തോറ്റുപോകും, അപ്പൊ ഏഗോൺ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയും. അപ്പൊ ഇപ്പൊ ആരും പോകുന്നില്ല, കോള് മാത്രമേ പോകുന്നുള്ളൂ. ഇനി ഡ്രാഗൺ സ്റ്റോണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് മെയിൻ കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് മിസേരി ഉണ്ടല്ലോ, മിസേരിനെ നീ പെക്കോ, നീ എവിടേക്കോ ആണെങ്കിൽ പെക്കോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടതാണ്. എന്നാൽ മിസേരി എവിടേക്കും പോയിട്ടില്ല. പോകുന്ന വഴിക്കാണ് ആരിക്കിനെ കാണുന്നത്. ആരിക്ക് കൊല്ലാൻ വരണമെന്നുള്ള വാർത്ത ഇവരിനെ അറിയിച്ചത് മിസേരിയാണ്. അപ്പൊ റനീറ വന്നിട്ട് മിസേരിയോട് ചോദിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തല്ലോ, എന്റെ ജീവൻ രക്ഷിച്ചല്ലോ, അപ്പൊ എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. മിസേരി ആൾ അടിപൊളിയാണ്, എന്താ വേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. മിസേരി പറയും നിങ്ങളുടെ കൗൺസിലിൽ എന്നെ ആഡ് ചെയ്യണം, മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ് ആയിട്ട് എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറയും. കിങ്സ് ലാൻഡിങ്ങിൽ എന്ത് നടന്നാലും എനിക്കിവിടെ ആദ്യം ന്യൂസ് എത്തും. അതേപോലെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണമെങ്കിലും ഫുൾ സഹായം ഞാൻ ചെയ്യാന്ന് പറയും. എനിക്ക് അവിടെ ഒരുപാട് സ്പൈകൾ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. റനീർ അപ്പൊ തന്നെ സമ്മതിക്കും. ഇത് വലിയൊരു പോസിറ്റീവ് കാര്യമാണ് റനീറയ്ക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളത്. അപ്പൊ ഇനി രണ്ടാമത്തെ കാര്യം, റനീറ റെയ്നെ മീറ്റ് ചെയ്യാണ്. റെയ്ന ഉണ്ടല്ലോ നമ്മുടെ ഡെയ്മന്റെ മകള്, രണ്ട് പെൺകുട്ടികളാണ്, ഒന്ന് ബെയിലയും റെയ്നയും. ആ റെയ്ന ചെറിയ കുട്ടിയാണ്, യങ്ങർ സിസ്റ്റർ ആണ്. റനീറ റെയ്നെ വിളിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും. ഇതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ലേഡി ജാൻ ആര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് ഭരിക്കുന്നത്. അവര് നമുക്കാണ് സപ്പോർട്ട്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ 3 മക്കളുണ്ടല്ലോ,
ജോഫ്രി വിസെരിസ് ഏഗോൺ. ഇവർ ഈ പേര് ഒരേപോലെ ഇട്ടിട്ട് ആകെ കൺഫ്യൂഷൻ ആവും. എല്ലാ മക്കൾക്കും ഒരേ പേര് തന്നെ അത് മറിച്ചും തിരിച്ചു ഇടുന്നത്. റെനീറയ്ക്കും ഇപ്പോൾ ഉള്ള 3 ചെറിയ കുട്ടികളിനെ റെയ്നന്റെ കൂടെ പറഞ്ഞു വിടുകയാണ്. ഇവിടെ സേഫ് അല്ല, ഡ്രാഗൺ സ്റ്റോണിൽ യുദ്ധമൊക്കെ വരുമ്പോൾ ഇവിടെ സേഫ് അല്ല, നേരെ വെയിൽസിലേക്ക് വെക്കോ, ഈ 3 കുട്ടികളെ ഇനി നീയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് റെയ്നനെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ഏൽപ്പിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. റെയ്നന്റെ ഡ്രാഗൺ ഇതുവരെ ഹാച്ച് ആയിട്ടില്ല. അതായത് റെയ്നിക്ക് ഇപ്പോഴും ഡ്രാഗൺ ഇല്ല, ബെയിലിക്ക് മാത്രമേ ഡ്രാഗൺ ഉള്ളൂ. ബെയിലിന്റെ അടുത്ത് കഴിഞ്ഞ എപ്പിസോഡിലെ ബെയിലിനെ കിങ്സ് ലാൻഡിങ്ങിൽ വാച്ച് ചെയ്യണം, നിന്റെ ഡ്രാഗൺ മൂൺ ഡാൻസ് എന്നുള്ള നിന്റെ ഡ്രാഗൺ എടുത്തിട്ട് പോയിട്ട് കിങ്സ് ലാൻഡിങ്ങിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയണം എന്ന് പറഞ്ഞ് വലിയൊരു മിഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിന്നെ ഇങ്ങനെ ഒന്നും വിടാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിന്നെ ഇത് ഏൽപ്പിക്കുന്നത് എന്ന് പറയാതെ പറയുകയാണ് ഈ ഒരു സീനിൽ. റെയ്നിക്ക് ഈ കാര്യം അറിയാം. അപ്പൊ ഇനി നമ്മൾ പോകുന്ന ഡെയ്മന്റെ അടുത്തേക്കാണ്. ഒരാളോട് ഒന്നും പറയാതെ ഇറങ്ങി പോയതാണ്, ഹാരൻ ഹോളിലേക്കാണെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്നെ സംഭവിച്ചു. നേരെ ഹാരൻ ഹോളിലേക്കാണ് പോകുന്നത്. ഈ ഹാരൻ ഹോളിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏഗോൺ ദ കോൺക്കറർ ഉണ്ടല്ലോ, ഈ ടാർഗേരിയൻസിന്റെ വലിയ ആള്, അപ്പൊ അയാളുടെ കോൺക്വസ്റ്റ് നടക്കുന്ന സമയത്ത് ഹാരൻ ഹോള് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവര് പല വഴിക്ക് നോക്കിയിട്ട് അതിനെ മൊത്തം നശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഡ്രാഗൺ കൊണ്ട് ഏറ്റവും അഫക്ട് ചെയ്ത സ്ഥലം ഹാരൻ ഹോൾ ആണ്. അത് ഈ ഹാരൻ ഹോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വല്ലാത്തൊരു അവസ്ഥയിലാണിത്. ഈ പ്രേത സിനിമകളിലൊക്കെ ഓരോ കാസിൽ കാണിക്കില്ല, അതുപോലെയാണ് ഇതുള്ളത്. അപ്പൊ അങ്ങനെ ഡെയ്മൺ വരും, ഡെയ്മൺ അകത്തേക്ക് ചെല്ലും, അവിടെ ഒന്നും ആരുമില്ല. ഇപ്പൊ ഹാരൻ ഹോള് ഭരിക്കുന്നത് ലോർഡ് സൈമൺ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. നമ്മുടെ ലാരിസ് ഉണ്ടല്ലോ, കിങ്സ് ലാൻഡിങ്ങിലുള്ള ലാരിസിന്റെ അമ്മാവനാണ് ഇത്. പക്ഷെ ലാരിസുമായിട്ടൊക്കെ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡെയ്മൺ വന്നപ്പോ തന്നെ നീ ബെൻഡ് ചെയ്തിട്ട് ഡെയ്മൺ ഉള്ള സപ്പോർട്ട് അപ്പൊ തന്നെ സൈമൺ സ്ട്രോങ് പറയും. അതായത് വന്ന് അറ്റാക്ക് ചെയ്ത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സൈമൺ സ്ട്രോങ് പറയും. അപ്പൊ ഇവരുടെ കയ്യിൽ വലിയ പട്ടാളോ യുദ്ധം ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഇല്ല, പക്ഷെ ഈ സ്ഥലമാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഡെയ്മൺ വന്ന ആ ഒരു മിഷൻ സക്സസ്ഫുൾ ആയി, ആരെയും കൊല്ലേണ്ടി ഒന്നും വന്നില്ല. അതിന് മുന്നേ തന്നെ ഹാരൻ ഹോളിൽ ഡെയ്മന് കിട്ടി. അപ്പൊ ഈ ഹാരൻ ഹോളിൽ ഡെയ്മൺ അങ്ങനെ താമസിക്കുകയാണ്. ഈ സ്ഥലം ഒരു നശിച്ച സ്ഥലമാണ്. കേഴ്സ് ഓഫ് ഹാരൻ ഹോൾ എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയുണ്ട്. ഹാരൻ ഹോൾ ആരൊക്കെ ഭരിക്കുന്നോ അവരൊക്കെ ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറെ വഴിക്ക് മരിച്ചിരിക്കും. സുഖമായിട്ട് ഭരിച്ചു പോകാൻ ആർക്കും പറ്റില്ല ഇവിടെ. അപ്പൊ അതേപോലെ തന്നെ ഡെയ്മണും ഇവിടെ വെച്ചിട്ട് ഒരു ഹാലൂസിനേഷൻ ഒക്കെ തോന്നുന്നുണ്ട്. റെനീറിന്റെ പണ്ടത്തെ ചെറുപ്പത്തിലുള്ള റെനീർ ഉണ്ടല്ലോ, ആ റെനീറിനെയൊക്കെ കാണും. ഡെയ്മണ് സാധാരണ ഇങ്ങനത്തെ ഒന്നും വരാത്തതാണ്. ഇപ്പൊ ഡെയ്മണ് വരെ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഇങ്ങനെ ഹാലൂസിനേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അതേപോലെ ഹൗസ് സ്ട്രോങ് ഉണ്ടല്ലോ, അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് ഇത്, ഈ പേരൊന്ന് ആലോചിച്ച് വെച്ചോ. ആലിസ് റിവേഴ്സ് എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഈ ബുക്കിലൊക്കെ പറയുന്നത് ഇവർക്കൊരു വിച്ചിനെ പോലെയാണ്, അതായത് ഫ്യൂച്ചറൊക്കെ അറിയാൻ പറ്റും, നമ്മുടെ ഹെലീനെ പോലെ. പിന്നെ കുറച്ച് ബ്ലാക്ക് മാജിക്കും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അറിയാം എന്നാണ് ബുക്കിൽ പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലിസ് റിവേഴ്സ് നേരെ വന്നിട്ട് ഡെയ്മന്റെ അടുത്ത് ഒരു കാര്യം പറയും, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്റെ മരണം ഇവിടെ വെച്ചിട്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയും. ഭയങ്കര സ്പോയിലർ ആയതുകൊണ്ട് ഇതിന് കൂടുതലൊന്നും പറയുന്നില്ല. ആലിസ് റിവേഴ്സിന് ഭയങ്കരമായിട്ട് റോൾ ഉണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ, ആ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഇനി നമ്മുടെ ക്രിസ്റ്റൻ കോളിന്റെ അടുത്തേക്ക് ഒന്ന് വരാം. പുള്ളിക്കാരൻ മുടിയൊക്കെ വെട്ടി പുതിയ ലുക്കായിട്ടുണ്ട്. യുദ്ധമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും മുടിയൊക്കെ വെട്ടിയത്. ഈ എപ്പിസോഡിൽ വലിയ വെറുപ്പിക്കലൊന്നുമില്ല, അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് പുതിയൊരു ക്യാരക്ടറിനെ നമ്മൾ പരിചയപ്പെടുന്നു. നമ്മുടെ ഓട്ടോ ഉണ്ടല്ലോ, ഓട്ടോന് ഒരു മകൻ കൂടിയുണ്ട്. വേറൊരു സ്ഥലത്തായിരുന്നു, ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇപ്പോ കിങ്സ് ലാൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്വൈൻ എന്നാണ് മൂപ്പരുടെ പേര്, ഗ്വൈൻ ഹൈടവർ. ആലിസന്റിന്റെ ബ്രദർ ആണ്. അപ്പൊ ആലിസന്റ് വന്നിട്ട് പറയും, ഈ ബ്രദറിനെ കൂടെ നീ കൊണ്ടുപോകണം, ഈ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, അപ്പൊ ബ്രദറിനെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയും. അപ്പൊ അങ്ങനെ ക്രിസ്റ്റൻ കോളും ബാക്കി എല്ലാവരും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാരൻ ഹോളിലേക്കാണ് പോകുന്നത്. അപ്പൊ പോകുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ആര് ഇവരിനെ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ ബെയിലിനെ കാണും. ബെയിലിന്റെ ആ മൂൺ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാഗൺ ഉണ്ടല്ലോ, അതും കൊണ്ട് ബെയിൽ ഇങ്ങനെ അവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അവിടുത്തെ മൂവ്മെന്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. റെനീറ പറഞ്ഞു വിട്ടതാണ് ഈ ഒരു മിഷന്. അത് ബെയിൽ നല്ല വൃത്തിയായി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബെയിൽ ഓടിപ്പോയി ക്രിസ്റ്റൻ കോളിനെ ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് വിടുന്നുണ്ട് ഡ്രാഗനെയും കൊണ്ട്. കാരണം ഡ്രാഗൺ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഇവര് നേരെ മരങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. മിഷൻ തുടങ്ങിയിട്ടുള്ളൂ ക്രിസ്റ്റൻ കോൾ, അപ്പൊ തന്നെ ഒരു അപമാനം വന്നു. ബെയിലേക്കാണെങ്കിൽ ഒരു ന്യൂസും കിട്ടി, ക്രിസ്റ്റൻ കോളും ബാക്കി കുറച്ചു പേരും ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട്, ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അത് വന്ന് നേരെ റെനീറിന്റെ അടുത്ത് പറയും. അപ്പൊ റെനീറ ഒരു കാര്യം പറയും, ഈ ഡ്രാഗൺ എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺ പോലെയാണ്, വെറുതെ എടുത്തു ചാടി ഓരോന്നും ചെയ്യണ്ട, എല്ലാവരോടും സമാധാനമായിട്ട് ഇരിക്കാൻ പറയും, ഞാൻ ഇതെല്ലാം ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് റെനീർ അടുത്ത് ചെയ്യുന്നത് നമ്മുടെ റെയ്നെ ഉണ്ടല്ലോ, റെയ്നെ പറഞ്ഞു വിടുകയാണ്. 3 കുട്ടികളെ റെയ്നെ ഏൽപ്പിച്ചിട്ട് 4 ഡ്രാഗൺ മുട്ടകളും റെയ്നയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രാഗൺ മുട്ടകൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഏതാണെന്ന്. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലുള്ള
3 മുട്ടകളില്ലേ, ആ മുട്ടകൾ തന്നെയാണ് ഇതും. അതേ ഒരു പെട്ടിയിലിട്ടിട്ടാണ് കൊടുത്തു വിടുന്നത്. അപ്പൊ ഈ 4 ഒരെണ്ണം മാത്രമേ, ഒരു ഡ്രാഗൺ മാത്രമേ ഹാച്ച് ചെയ്യുള്ളൂ. ബാക്കി 3 ഗെയിം ഓഫ് ത്രോൺസ് വരെ എത്തും. ഡെനീറിസിന്റെ കയ്യിലാണ് അവസാനം ഇത് എത്തുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം നോക്കുന്നത് ഡ്രാഗൺ സീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. ഡ്രാഗൺ സീഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബാസ്റ്റേർഡ്സ് കിങ്സ് ലാൻഡിങ്ങിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ടാർഗേരിയൻസിലുള്ള ഓരോ ആൾക്കാർ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ പോയിട്ട് സെക്സ് ചെയ്തിട്ട് അവരിൽ ഉണ്ടാവുന്ന കുട്ടികളാണ് ഇതൊക്കെ. ഈ സിൽവർ ഹെയർ ഉള്ള ഒരുപാട് ബാസ്റ്റേർഡ്സ് കിങ്സ് ലാൻഡിങ്ങിൽ ഉണ്ട്. ആ കാര്യം നമുക്ക് നേരത്തെ അറിയാം. അപ്പൊ അതിലെ പുതിയൊരാൾ നമ്മൾ വിളിച്ച് പരിചയപ്പെടുന്നു. ഉൾഫ് വൈറ്റ് എന്നാണ് ഇയാളുടെ പേര്. അപ്പൊ ഇയാൾ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉള്ള അവിടേക്ക് ഏഗോൺ വരികയാണ്. ഏഗോൺ അവിടെ വന്നിട്ട് എയ്മണ്ടിനെ കാണുന്നു. എയ്മണ്ട് ആണെങ്കിൽ ചെറിയ കുട്ടികളെ കിടക്കുന്നത് പോലെ ആ ഒരു കുറച്ച് വയസ്സായ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ കിടക്കുകയാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഏഗോൺ ഏമണ്ടിനെ അപമാനിച്ചു വിടും. ഇവര് തമ്മിൽ ആക്ച്വലി വലിയ സ്നേഹമൊന്നുമില്ല, ഏട്ടനും അനിയനും തമ്മിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കൂടെ ആയപ്പോൾ ഏമണ്ടിന് കുറച്ചുകൂടെ ദേഷ്യം വന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ലാരിസ് എന്ത് ചെയ്യുന്നു എന്ന് കൂടെ നോക്കാം. ലാരിസ് ഏഗോണിനെ കാണാൻ വരികയാണ്. ഏഗോണിന്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ കൂടെ ലാരിസ് ഇടുകയാണ്. ഒരു നുണ പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഏഗോൺ യുദ്ധത്തിന് പോവാതെ ഇവിടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ലാരിസ് ഒരു നുണ പറയും. അതായത് ഇങ്ങനെ ഒരു റൂമർ ഉണ്ട്, ഏഗോണ് ഭരിക്കാനൊന്നും അറിയില്ല. ഏഗോൺ പറയുന്നത് പോലെ ഒന്നല്ല സ്മോൾ കൗൺസിലിലോ ആൾക്കാരൊന്നും കേൾക്കുന്നത്, എന്നുള്ളൊരു റൂമർ ഉണ്ട് എന്ന് പറയും. അപ്പൊ ഇത് കേട്ടതും ഏഗോൺ പറയും, ശരി ഞാൻ എവിടേക്കും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാന്ന് ഏഗോൺ ഒരു തോന്നൽ വരും. ലാരിസിന്റെ കളികളിലെ ഒരു കളി മാത്രമാണ് ഇത്. എന്നിട്ട് അപ്പൊ തന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ലാരിസിനെ മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ് ആക്കും. കിങ്സ് ലാൻഡിങ്ങിലെ മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ് ആക്കും ലാരിസിനെ. ഇങ്ങനെ സീക്രട്സ് ഒക്കെ വന്ന് പറയുന്ന ആളാണല്ലോ അത് ആക്കുക. അപ്പൊ ബെസ്റ്റ് ആളിൽ തന്നെയാണ് ഇവരും ആക്കിയിരിക്കുന്നത്. അപ്പൊ റെനീറ ഇങ്ങനെ ഡ്രാഗൺസുമായിട്ട് അറ്റാക്ക് ചെയ്യേണ്ട വേറൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താണ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യ ഫ്യൂണറലിന്റെ സമയത്ത് റെയ്നിസ് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എങ്ങനെയെങ്കിലും ആലിസന്റെ അടുത്ത് സംസാരിക്കുക എന്നുള്ള കാര്യം. അതാണ് റെനീറ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള സഹായത്തിന് വേണ്ടിയിട്ട് മിസേരിയന്റെ അടുത്ത് വരുന്നു. എനിക്കറിയാലോ കിങ്സ് ലാൻഡിങ്ങിലേക്ക് എപ്പോ എവിടെയൊക്കെ ചെല്ലണമെന്ന്, നീ പറഞ്ഞതാ ഇങ്ങനെ പോകണം എന്നുള്ള കാര്യം, ആലിസന്റെ എങ്ങനെ കാണാം ഒറ്റയ്ക്ക് എന്നുള്ള കാര്യം പറഞ്ഞാന്ന് പറയും. മിസേരിക്ക് കാര്യമൊക്കെ അറിയാം. ആ സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആലിസന്റെ ഒറ്റയ്ക്കാണ് വരിക. അപ്പൊ അവിടെ പോയി കണ്ടാൽ മതി എന്ന് പറയും. അങ്ങനെ റെനീർ എന്ത് ചെയ്യും, ഒരു വേഷമൊക്കെ ഇട്ടി സെപ്റ്റിലുള്ള അവരുടെ ഒരു വേഷമൊക്കെ ഇട്ടിട്ട് നേരെ കിങ്സ് ലാൻഡിങ്ങിന്റെ അകത്തേക്ക് ചെല്ലും. ആരും കണ്ടുപിടിക്കില്ല. സിൽവർ ഹെയർ ഒക്കെ മറച്ചത് കൊണ്ട് ആർക്കും ഒരു സംശയമില്ല. നേരെ പോയിട്ട് സെപ്റ്റിന്റെ അകത്തെത്തും. ആലിസിന്റെ അവിടെ ഉണ്ട്. ആലിസിന്റെ അടുത്ത് സംസാരിക്കും. നമുക്ക് ഈ കാര്യം നേരത്തെ അറിയാം. അതായത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഓർമ്മയിലേക്ക് ഒരു കാര്യം പറയുകയാണ്. വിസേരിസ് ഉണ്ടല്ലോ, നമ്മുടെ റെനീറിന്റെ അച്ഛൻ, അതായത് ആലിസന്റിന്റെ ഭർത്താവ്, മൂപ്പര് മരിക്കാൻ കിടന്നപ്പോ റെനീറ ആണെന്ന് വിചാരിച്ചിട്ട് ആലിസന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. സോങ് ഓഫ് ഐസ് ആൻഡ് ഫയറിന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ഏഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരും, അയാളാണ് രാജാവ് ആവേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് ആക്ച്വലി ഏഗോൺ ദ കോൺകററിന്റെ കാര്യമാണ് പറയുന്നത്. ഇവര് എല്ലാ കുട്ടികൾക്കും ഒരേ പേരിടുന്നത് കൊണ്ട് ഏഗോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. റെനീറിന്റെ പകരം അത് ആലിസന്റ് ആണ് കേൾക്കുന്നത്. ആലിസന്റ് ഇത് കേട്ടിട്ട്, ഓ ഏഗോൺ, എന്റെ മകൻ ഏഗോൺ ആയിരിക്കും രാജാവ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണ് റൈറ്റ്ഫുൾ ഹെയർ ഏഗോൺ ആണെന്ന് പറഞ്ഞിട്ട് ഇവര് ഏഗോണിനെ ആക്കുന്നത്. ഈ കാര്യം ഈ ഒരു കോൺവെർസേഷനിൽ നിന്നും റെനീറ ആലിസന്റിന് പറഞ്ഞു കൊടുക്കും. ആലിസന്റ് പറയും, എന്റെ അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏഗോനെ രാജാവാക്കണം എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ റെനീറ പറയും, അത് അങ്ങനെയല്ല, സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്, അതിൽ ഏഗോൺ ദ കോൺകററിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലാണ്ട് നിന്റെ മകന്റെ കാര്യമല്ല എന്ന് പറയും. അപ്പൊ ആലിസന്റ് ഇത് കേട്ടിട്ട് വേറെ ചെയ്യാനൊന്നുമില്ല, സമയമൊക്കെ വൈകി, ഇനി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, യുദ്ധമാണ്, ഇനിയിപ്പോ നമ്മൾ വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. അപ്പൊ റെനീർ ആക്ച്വലി അവിടെ പോയതിന് ഒരു കാര്യം ഉണ്ടായി. ആലിസന്റിന് മനസ്സിലായി ആലിസന്റ് ചെയ്ത് വലിയൊരു മണ്ടത്തരമാണ്, ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഒരു മണ്ടത്തരത്തിന്റെ പുറത്താണെന്നുള്ള കാര്യം ആലിസന്റിന് മനസ്സിലായി. ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇങ്ങനൊരു സംഭവമേ ബുക്കിലില്ല, ഇങ്ങനൊരു കോൺവെർസേഷനേ ബുക്കിലില്ല. അപ്പൊ ഇതൊക്കെ ഇവർ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ആ ഒരു സീനോട് കൂടിയിട്ടാണ് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡ് ഹാരൻ ഹാളിൽ ഒരു യുദ്ധം തന്നെയാണ്. ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൽ കാണിക്കുന്നുണ്ട്. എല്ലാ എപ്പിസോഡ്സിന്റെ ലിങ്കും താഴെ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ അതുകൂടെ കാണണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.